അസ്സലാമു അലൈക്കും. 6-ാം ക്ലാസ്സിൻ്റെ പുതിയ മോഡൽ പരീക്ഷാ പേപ്പറാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. മുമ്പുള്ളതിൽ നിന്ന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, 5 ചോദ്യങ്ങളായിരുന്നു മുമ്പ് എഴുതേണ്ടിയിരുന്നത്. അതിനുവേണ്ടി 6 ചോദ്യങ്ങൾ, ആക്ടിവിറ്റികൾ തന്നിട്ടുണ്ടായിരുന്നു. ഈ വർഷം മുതൽ 30 മാർക്കിനാണ് ചോദ്യം. 6 ആക്ടിവിറ്റി തരുന്നത്, 6ഉം ചെയ്യേണ്ടതാണ്. ഒരു കാര്യം, ചോദ്യം കുട്ടി കൃത്യമായി വായിച്ച് ആശയം മനസ്സിലാക്കിയാൽ എഴുതാൻ പറ്റുന്ന വിധത്തിലുള്ള ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പ്രവർത്തനത്തിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം, നുഇദ്ദുൽ ബയാൻ ബി മുസാഅദത്തിൻ നുഖാത്ത്. കൊടുത്തിരിക്കുന്ന ഹിൻഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ചിത്രം കുത്തബ് മീനാറാണ്. ഇവിടെ അതെന്താണെന്ന് കൊടുത്തിട്ടുമുണ്ട്, മനാറത്തു കുത്തബ് മീനാർ. രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വിജ്ഹത്തുൻ സിയാഹിയത്തുൻ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. മൂന്നാമത്തത് ഡൽഹി എന്നാണ് കൊടുത്തിരിക്കുന്നത്, സ്ഥലമാണ്. ഖുതുബുദ്ദീൻ ഐബക്കാണ് നാലാമത് കൊടുത്തിരിക്കുന്നത്, നിർമ്മിച്ചത് ഖുതുബുദ്ദീൻ ഐബക്കാണ്. നമ്മൾ ഏതൊരു സ്ഥലത്തെക്കുറിച്ചുള്ള കുറിപ്പും എഴുതുമ്പോൾ ആദ്യം അതേതാണ് സ്ഥലം എന്നത് കൊടുക്കണം. ഹാസിഹി മനാറത്തു ഖുതുബ്, ഹാസിഹി മനാറത്തു ഖുതുബ്. ആദ്യത്തെ വരി എപ്പോഴും നമുക്ക് ഹാസിഹി അല്ലെങ്കിൽ ഹാസ എന്നത് കൊടുക്കാം. രണ്ടാമത്തത് വിജഹാത്തുൻ സിയാഹിയ ഫിൽ ഹിന്ദ്. ഇന്ത്യയിലെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അത് ചേർക്കാൻ വേണ്ടി ഹിയ വിജഹത്തുൻ സിയാഹിയത്തുൻ ഫിൽ ഹിന്ദ്. മൂന്നാമത് കൊടുത്തിരിക്കുന്നത് ഡൽഹി എന്നാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് തഖഉ ഫി ഡൽഹി, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്നു. നാലാമത്തത് ആരാണ് നിർമ്മിച്ചത് എന്നുള്ളതാണ്. ബനാഹ ഖുതുബുദ്ദീൻ ഐബക്ക്. അപ്പോൾ നമ്മൾ നിർബന്ധമായും ഉപയോഗിച്ചിരിക്കേണ്ട 3 വാക്കുകളാണുള്ളത്. ഒന്നാമത്തത് ഹാസ അല്ലെങ്കിൽ ഹാസിഹി. ഒന്നാമത്തെ പോയിന്റ് എപ്പോഴും ഹാസ അല്ലെങ്കിൽ ഹാസിഹി ഉപയോഗിക്കുക. നേരെ ഏത് സ്ഥലമാണോ തന്നിരിക്കുന്നത് അതിൻ്റെ പേര് കൊടുക്കുക. രണ്ടാമത്തത് ബനാഹു അല്ലെങ്കിൽ ബനാഹ, ആരാണ് നിർമ്മിച്ചത് എന്നുള്ളത് രണ്ടാമതായിട്ട് കൊടുക്കാം. രണ്ടാമത്തെ പോയിന്റ് ബനാഹു അല്ലെങ്കിൽ ബനാഹ. മൂന്നാമത്തെ പോയിന്റ് സ്ഥിതി ചെയ്യുന്നതാണ്, യഖഉ അല്ലെങ്കിൽ തഖഉ, സ്ഥിതി ചെയ്യുന്നു. ഈ 3 പോയിന്റും ഓർമ്മിച്ച് വെക്കുക. ഈ 3 പോയിന്റും ഇതേ ഓർഡറിലേക്ക് കൊടുക്കുക. പിന്നീട് വരുന്ന പോയിന്റുകളെ അതിനനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി. ഈ 3 പോയിന്റിലേക്ക് കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ബയാൻ അവിടെ ഉണ്ടായി വരും. ഈ ചോദ്യത്തിന്